സിംഹവും എലിയും. കാടിന്റെ രാജാവായിരുന്നു ലിയോ എന്ന സിംഹം. അവൻ വലുതും ശക്തനുമായിരുന്നു. അവന്റെ അലർച്ച മരങ്ങളിൽ നിന്ന് ഇലകൾ പോലും കുലുക്കി താഴെയിടാൻ കഴിയുന്നതായിരുന്നു. ഒരു ഉച്ചതിരിഞ്ഞ് ലിയോ ഒരു വലിയ തണലുള്ള മരത്തിനടിയിൽ ഉറങ്ങുകയായിരുന്നു. അവൻ മാൻപേടകളെ പിന്തുടരുന്നതിനെക്കുറിച്ചും ചൂടുള്ള പാറകളിൽ വെയിൽ കായുന്നതിനെക്കുറിച്ചും സ്വപ്നം കണ്ടു. പെട്ടെന്ന് പിപ്പ് എന്ന ഒരു ചെറിയ എലി അവന്റെ മൂക്കിനു മുകളിലൂടെ ഓടിപ്പോയി. ക്ഷമിക്കണം, പിപ്പ് ശബ്ദമുണ്ടാക്കി. എനിക്ക് തിരക്കുണ്ട്. ലിയോ ഞെട്ടിയുണർന്നു. ഒരു എലിയോ? അവൻ അലറി. എങ്ങനെയാണ് നീ രാജാവിന്റെ വിശ്രമം തടസ്സപ്പെടുത്താൻ ധൈര്യപ്പെട്ടത്? അവൻ തന്റെ വലിയ കാൽ ആ ചെറിയ എലിയുടെ മുകളിൽ വെച്ചു. ദയവായി ലിയോ രാജാവേ, എന്നെ തിന്നരുത്, പിപ്പ് യാചിച്ചു. നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. സിംഹം ചിരിച്ചു. നീയോ, ഒരു ചെറിയ എലിയോ? നിനക്ക് എന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ലിയോ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അവനൊരു രാജാവാണ്. ഒരു രാജാവ് ദയയുള്ളവനായിരിക്കണം. അവൻ തന്റെ കാലുയർത്തി. പൊയ്ക്കൊള്ളൂ കുട്ടി, അവൻ പറഞ്ഞു. എന്നാൽ നിന്റെ വാഗ്ദാനമോർക്കുക. പിപ്പ് അവളുടെ ചെറിയ കാലുകൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഓടിപ്പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ലിയോ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വേട്ടക്കാരന്റെ കെണിയിൽ വീണു. മരങ്ങളിൽ നിന്ന് ഒരു ശക്തമായ വല താഴേക്ക് വീണ് അവനെ പൂർണ്ണമായും കുടുക്കി. എത്ര വലിച്ചിട്ടും അലറിയിട്ടും അവന് സ്വതന്ത്രനാകാൻ കഴിഞ്ഞില്ല. അവൻ ഭയന്നുപോയിരുന്നു, ദുഃഖിതനുമായിരുന്നു. കാടിന്റെ രാജാവ് നിസ്സഹായനായിരുന്നു. അപ്പോൾ തന്നെ പിപ്പ് എന്ന എലി പ്രത്യക്ഷപ്പെട്ടു. വിഷമിക്കേണ്ട ലിയോ രാജാവേ, അവൾ ശബ്ദമുണ്ടാക്കി. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഇവിടെയുണ്ട്. അവൾ തന്റെ മൂർച്ചയുള്ള ചെറിയ പല്ലുകൾ കൊണ്ട് ഏറ്റവും കട്ടിയുള്ള കയറിൽ കടിക്കാൻ തുടങ്ങി. ഇതിന് ഒരുപാട് സമയമെടുത്തു. പക്ഷെ ഒടുവിൽ കയർ പൊട്ടി. പിപ്പ് മറ്റൊന്ന് മുറിച്ചു, പിന്നെ മറ്റൊന്ന്, ലിയോ സ്വതന്ത്രനാകുന്നതുവരെ. നന്ദി ചെറിയ കൂട്ടുകാരാ, ലിയോ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയായിരുന്നു. ഒരു ചെറിയ സുഹൃത്തിന് വലിയ സഹായമാകാൻ കഴിയും.